നിങ്ങൾക്ക് വായനാറ്റം ഉണ്ടോ എന്നുള്ളത് എളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാക്കാമെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. നിങ്ങളുടെ കൈയുടെ ഈ ഭാഗത്ത് പയ്യെ ഒന്ന് നക്കിയിട്ട് ഒരു 5 to 10 സെക്കൻഡ് ഒന്ന് ഡ്രൈ ആവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കുക. മിക്കവാറും ആൾക്കാർക്ക് സ്മെല്ലുണ്ടെന്ന് കരുതിയ ആൾക്കാർക്ക് പോലും ചിലപ്പോൾ സ്മെല്ലുണ്ടാവാൻ സാധ്യത കുറവാണ്. എന്നാൽ ശരിക്കും നല്ല രീതിയിലും ബാഡ് ബ്രത്ത് ഉണ്ടെങ്കിൽ അവിടെ ആ സ്മെല്ല് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇങ്ങനെയാണ് ശരിക്കും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ വായനാറ്റം ഉണ്ടോ അല്ലെങ്കിൽ അത് ഒറിജിനലി നിങ്ങൾക്ക് വായനാറ്റം ഉള്ളതാണെന്നുള്ള മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി. ശരിക്കും ഈ സ്യൂഡോ ഹാലിറ്റോസിസ് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഉള്ളൊരു പ്രശ്നമാണ്. നമുക്ക് ഈ വായനാറ്റം വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ചിലപ്പോൾ നമുക്ക് ലോക്കലായിട്ട് വായയുടെ ഉള്ളിൽ തന്നെയുള്ള ഗംസിന്റെ ഇഷ്യൂസ് കൊണ്ടോ, ഫുഡ് ഇരിക്കുന്ന പ്രശ്നം കൊണ്ടോ, നാക്കിന്റെ മുകളിൽ ഫംഗസ് ഉള്ളതുകൊണ്ടോ, അല്ലെങ്കിൽ ത്രോട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടോ ഒക്കെ നമുക്ക് വായനാറ്റം ഉണ്ടാവാം. അതുപോലെ തന്നെ സിസ്റ്റമിക്കലി വയറിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും കിഡ്നിക്ക് ലിവറിനൊക്കെ കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ഈവൻ ഡയബറ്റീസ് ഉള്ളവർക്ക് വരെ സ്മെല്ല് വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതേപോലെ തന്നെ വളരെ ഈസി ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് സ്യൂഡോ ഹാലിറ്റോസിസ്. അതായത് എനിക്ക് വായനാറ്റം ഉണ്ടോ, മറ്റേ ആൾക്ക് എൻ്റെ വായനാറ്റം കിട്ടുന്നുണ്ടോ, ഇവരെല്ലാവരും എൻ്റെ വായനാറ്റമാണോ ശ്രദ്ധിക്കുന്നത് എന്ന് ചിന്തിച്ച് കൂട്ടി വായനാറ്റം ഓൾറെഡി ഉണ്ടെന്നുള്ളൊരു തെറ്റിദ്ധാരണ കൊണ്ടും പലരും നടക്കാറുണ്ട്. ഇപ്പോൾ ഈ ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നതിന്റെ കാരണം തന്നെ എനിക്ക് കഴിഞ്ഞ ഒരു 2 ആഴ്ചയിൽ തന്നെ ഒരു 4 പേഷ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു ഹു ഹാഡ് സ്യൂഡോ ഹാലിറ്റോസിസ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. യു ക്യാൻ ട്രൈ ഇറ്റ് യുവർ ഓൺ ടു സീ ഇഫ് ഇറ്റ് ഇസ് റിയലി എ bad breath or not.